ഹലോ ഓൾ, വെൽക്കം ടു PK ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് PYQ സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് 2020 PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലെയും ഇക്കണോമിക്സിൽ ബേസിക് ഫാക്ട്സ് എന്നും ഇന്ത്യൻ ഇക്കണോമിക് സെക്ടറിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് മുഴുവനായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2-ലധികം ടോപ്പിക്കുകളുണ്ട്, 4ഓളം ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആ ടോപ്പിക്കുകളിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ള 2020 നമ്മൾ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ക്വസ്റ്റ്യൻസിൻ്റെ എക്സാമിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് ടോപ്പിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറവായിരിക്കും. സോ 2021 മുതൽ മോർ ദാൻ ഇനഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നാഷണൽ ഇൻകം, GST, ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്, പിന്നെ നിതി ആയോഗ്, ഈ 4 ഏരിയാസിൽ നിന്നും PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ മുഴുവൻ സോർട്ട് ഔട്ട് ചെയ്ത് 2020 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷനിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകമാണ്. അപ്പോൾ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് PSC 2020 ചോദിച്ചിട്ടുണ്ട് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ ഓഫ് ഇന്ത്യ? അപ്പോൾ അതൊരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പഠിക്കുമ്പോൾ കണക്ട് ചെയ്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടി ഐഡൻറ്റിഫൈ ചെയ്ത് പോകാൻ നോക്കുക. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നൊരു സംഭവം, അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറയുന്ന സംഭവം, ഇതാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്സ് ആണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അതിനുശേഷമാണ് നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് വരുന്നത്. അഗ്രികൾച്ചറൽ സെക്ടറിൽ ഉള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എത്ര ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ എത്ര അൺഎംപ്ലോയ്മെൻറ്റ് നേരിടുന്നുണ്ട്, GDP-യിലേക്ക് എത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടി അത് കവർ ചെയ്യാൻ നോക്കുക. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ സെക്ടറിൽ നമ്മൾ കണ്ടുവരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നാണ്. ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്ന ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് നൺ ഓഫ് ദി അബോവ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ICDS സൂപ്പർവൈസറിന് 2020 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഫ്രിക്ഷണൽ ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, ഇത് മൂന്നും അല്ലാത്ത ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ എന്താണെന്ന് ഫസ്റ്റ് നോക്കാം. ഓപ്ഷൻ A ആണ്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം എന്താണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ബാക്കിയുള്ള അൺഎംപ്ലോയ്മെൻറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താണ് ഇതിനൊരു വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം, ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ വെയർ മോർ പീപ്പിൾ ആർ എംപ്ലോയിഡ് ദാൻ ആർ ആക്ച്വലി നീഡഡ് ഫോർ ദ വർക്ക്. അതായത് ഒരു വർക്കിന് ആവശ്യമുള്ള ആളുകളെക്കാളും കൂടുതൽ ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു സെനാരിയോ നമ്മളിവിടെ പറയുന്നുണ്ട്, ഡ്യൂ ടു എ ലാക്ക് ഓഫ് ജോബ് ഇൻ അതർ സെക്ടേഴ്സ് ദ എൻറ്റയർ ഫാമിലീസ് ഓഫൺ വർക്ക് ഓൺ എ സിംഗിൾ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. അതായത് വേറെ ജോലികളൊന്നും കിട്ടാതാവുന്ന സാഹചര്യം, ചിലപ്പോൾ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കില്ല, അത്തരത്തിലുള്ള ഏരിയയിൽ നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അധികം എക്സ്പെർട്ടൈസ് വേണ്ട ഏരിയയിലൂടെ നമുക്ക് പോകാൻ പറ്റാതാകുമ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് കൃഷിയിലേക്ക് തിരിക്കും. അത്തരത്തിലുള്ള ഒരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു ആൾക്കാരുടെ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് കടക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ ഡിസ്ഗൈസ്ഡ് എന്ന് പറയുക. അപ്പോൾ ഡിസ്ഗൈസ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. Everyone appears to be working, so they are not openly unemployed. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പാടമുണ്ട്, ആ പാടത്തിൽ 10 പേര് പണിയെടുത്താൽ മതി, പക്ഷേ നമ്മളവിടെ 20 പേര് പണിയെടുക്കുന്നു. കാരണം എന്താണ്, ബാക്കിയുള്ള 10 പേർക്ക് ജോലിയില്ല, അവർക്ക് വേറെ രീതിയിലുള്ള എക്സ്പെർട്ടൈസുകളൊന്നുമില്ല. അപ്പോൾ അവർ ലിറ്ററലി എന്ത് ചെയ്യുന്നു, ഇവിടെ തന്നെ പണിയെടുക്കാമെന്ന് പറഞ്ഞിട്ട് പണിയെടുക്കുന്നു. അപ്പോൾ എന്താ അവിടെ ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞൊരു വാക്ക് വരാനുള്ള കാരണം എന്താണ്, അവിടെ അവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ യാതൊരു പ്രൊഡക്ടിവിറ്റിയും കൂടുന്നില്ല. അപ്പോൾ 10 പേര് ചെയ്യേണ്ട പണി ഇവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവർ കൂടി അതിനകത്തേക്ക് ആഡ് ആവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കുമ്പോൾ അവർ അൺഎംപ്ലോയ്ഡ് അല്ല, അവർ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അവരെ കൊണ്ട് ഈ പറയുന്ന ഏരിയയിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റുന്നില്ല. അതൊരു എന്താ പറയുക, ഒരു പാസീവ് കൈൻഡ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. പ്രത്യക്ഷത്തിൽ അത് അൺഎംപ്ലോയ്മെൻറ്റ് അല്ല, പക്ഷേ അതെന്താണ്, ഈ പറയുന്ന പോലെ അഡീഷണൽ പ്രൊഡക്ടിവിറ്റിയോ അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ലാഭമോ നേട്ടമോ ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് അതൊരു ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുവരുന്നത് എവിടെയാണ്, ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടറിലാണ്. ഇത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ, ഇഫ് എ പീസ് ഓഫ് ലാൻഡ് റിക്വയർസ് ഓൺലി 3 പീപ്പിൾസ് ടു കൾട്ടിവേറ്റ് ബട്ട് 5 പീപ്പിൾസ് ആർ ആക്ച്വലി വർക്കിംഗ് ഓൺ ഇറ്റ്, ദ എക്സ്ട്രാ 2 പീപ്പിൾ ആർ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് 5 പേര് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, 3 പേരുടെ പണിയേ ഉള്ളൂ, ബാക്കി 2 പേരെ ഇപ്പോൾ എന്തായിരിക്കും അവിടെ, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അതായത് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ കൂടെ ചേരുന്നത് മാത്രം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഇഫ് ദിസ് എക്സ്ട്രാ വർക്കേഴ്സ് ആർ റിമൂവ്ഡ് ദ ടോട്ടൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഡസ് നോട്ട് ഡിക്രീസ്. അപ്പോൾ ആ 2 പേരെ മാറ്റുന്നത് കൊണ്ടും അവിടെ എന്ത് ചെയ്യുന്നില്ല, അവിടെ അഡീഷണൽ ആയിട്ട് പ്രൊഡക്ടിവിറ്റിക്ക് കുറവൊന്നും സംഭവിക്കുന്നില്ല. ഇത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോഴും തന്നെയാണ് 0 ആണ്. എന്താണ് ഈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾ അഡീഷണൽ ആഡ് ചെയ്യുമ്പോൾ അയാൾ എത്രത്തോളം പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 പേര് ആഡ് ചെയ്യുന്നതും റിമൂവ് ചെയ്യുന്നതും ഇതിന് ബാധിക്കുന്നില്ല. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അവിടെ അവരെന്ത് ചെയ്യുന്നു, ഡിസ്ഗൈസ്ഡ് ആയിട്ട് അൺഎംപ്ലോയിഡ് ആണ്. അവർ പ്രത്യക്ഷത്തിൽ എംപ്ലോയിഡ് ആണെങ്കിലും ഡിസ്ഗൈസ്ഡ് രീതിയിൽ അൺഎംപ്ലോയിഡ് ആണ്. അതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന എവിടെയാണ്, അഗ്രികൾച്ചറൽ സെക്ടറിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ആൾക്കാരും എന്ത് ചെയ്യാണ്, ഈ അഗ്രികൾച്ചർ സെക്ടറിലാണ്. അപ്പോൾ എത്ര പേര് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൈമറി സെക്കൻഡറി ടേഴ്സറി സെക്ടറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എത്ര ആളുകൾ ഈ പറയുന്ന ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ള കണക്കുകളൊക്കെ പ്രോപ്പറായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കലി കളക്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മളിത് പഠിക്കാനായിട്ട്. 2 എന്ന് പറയുന്നത്, വ്യവസായം ഉൾപ്പെടുന്നത് സമ്പദ് വ്യവസ്ഥയിലെ ഏത് മേഖലയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഫസ്റ്റ് എന്ത് ചെയ്യും, ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. സേവന മേഖല, പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. നമുക്കറിയാം 3 മേഖലകളേ ഉള്ളൂ.
4 ഓപ്ഷൻസ് ഇടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു മേഖലയുടെ പേര് മാറ്റി കൊടുത്തിരിക്കുകയാണ്. സേവന മേഖല. സേവനം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെർഷറി സെക്ടറാണ്. ടെർഷറി സെക്ടറിലാണ് നമ്മൾ വേറെ വിളിക്കുന്ന പേരാണ് എന്ത്? സേവന മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വ്യവസായം എന്നാണ്. അപ്പോൾ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത് വ്യവസായ മേഖല എന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ ഈ തൃതീയ മേഖല, സേവന മേഖല എന്ന് പറഞ്ഞതുപോലെ ദ്വിതീയ മേഖല അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്ത്? വ്യാവസായിക മേഖല എന്നൊരു കോമ്പിനേഷൻ നമ്മളെപ്പോഴും എന്ത് ചെയ്യുക, മനസ്സിൽ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആൻസർ ശരിയാണോ നോക്കാം. ആൻസർ സി, ദ്വിതീയ മേഖല തന്നെയാണ്. അപ്പോൾ ഇത് LD ക്ലർക്കിന് ചോദിച്ച സ്പെഷ്യൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പോൾ ഓരോ മേഖലകളിലും എന്തൊക്കെയുണ്ടെന്നുള്ള ബേസിക് ഐഡൻറ്റിഫിക്കേഷൻ എല്ലാ എക്സാമിനും ചോദിച്ച് കാണാറുള്ളതാണ്. പ്രാഥമികം, ദ്വിതീയം, തൃതീയ മേഖലകൾ ഏതൊക്കെയാണ്, അതിൽ വരുന്ന ചില കാര്യങ്ങളൊക്കെ വൈദ്യുതി പോലത്തെ മേഖലകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സമ്പദ് വ്യവസ്ഥയിലെ ദ്വിതീയ മേഖലയിലാണ് വ്യവസായങ്ങൾ ഉൾപ്പെടുന്നത്. ഇതിനെ നമ്മൾ എന്ത് പേര് വിളിക്കുന്നു? ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. തൃതീയ മേഖലയെ നമ്മൾ എന്ത് വിളിക്കും? സേവന മേഖല എന്ന് വിളിക്കുന്നത് പോലെയാണ് ദ്വിതീയ മേഖലയെ നമ്മൾ വ്യാവസായിക മേഖല എന്ന് വിളിക്കുന്നത്. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ കൃഷി, ഖനനം തുടങ്ങിയവയിൽ നിന്നും ലഭിക്കുന്ന അസംസ്കൃത വസ്തുക്കളെ, അതായത് റോ മെറ്റീരിയൽസിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഫാക്ടറികൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വസ്ത്രനിർമ്മാണം, ഭക്ഷ്യ സംസ്കരണം, കാർ നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷി പോലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ അഗ്രികൾച്ചർ, അതായത് എവിടെ നിന്നാണോ ആദ്യം ആ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് അതാണ് പ്രൈമറി എന്ന് പറയുന്നത്. വേറെ അതിനെ പ്രോസസ്സ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല, റോ മെറ്റീരിയൽസ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്നാണോ അതിന് സോഴ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. ഇപ്പോൾ ദ്വിതീയ മേഖല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ നമുക്ക് ഓൾറെഡി കയ്യിലുള്ള റോ മെറ്റീരിയൽസിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നു. വൈദ്യുതി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന കാര്യം എന്ന് പറയാം. നമുക്ക് തോന്നാം വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുകയാണല്ലോ നമുക്ക് തോന്നൽ വരാം. പക്ഷേ വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്താലും നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ അസംസ്കൃത വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? അത് ദ്വിതീയ മേഖലയായിരിക്കും. അപ്പോൾ പ്രൈമറി മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒറിജിനൽ സോഴ്സിൽ നിന്ന് അതിനെ റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നതിനാണ് നമ്മൾ പ്രൈമറി എന്ന് പറയുന്നത്. സെക്കൻഡറി ആവുന്ന സമയത്ത് എന്താ വ്യത്യാസം വരും? സെക്കൻഡറി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ്. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖല വന്നിട്ട് അതിന് നമുക്ക് ആലോചിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. എവിടെ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുകയാണോ, കയ്യിലുള്ള റോ മെറ്റീരിയൽസ് വെച്ച് നമ്മൾ മറ്റെന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുകയാണോ നോക്കുക. പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സെക്കൻഡറി സെക്ടർ ആയിരിക്കും. ഇത് രണ്ടും വരാത്തതായിരിക്കും എന്ത്? സേവന മേഖല എന്ന് പറയുന്നത്. നമുക്കൊരാൾ വേറൊരു സർവീസ് ചെയ്തു തരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ഹോട്ടലോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസോ ഇതുപോലെ സർവീസ് ആണെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? ടെർഷറി സെക്ടർ എന്ന് വിളിക്കാം. ടെർഷറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് സേവന മേഖല. സെക്കൻഡറി സെക്ടറിൻ്റെ മറ്റൊരു പേരാണെങ്കിൽ ദ്വിതീയ മേഖലയുടെ മറ്റൊരു പേരാണ് വ്യാവസായിക മേഖല. അപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് കുഡ് ബി സെഡ് ടു ഹാവ് പ്രിവെൻറ്റഡ് ദ ട്രിക്കിൾ ഡൗൺ എഫക്ട്സ് ഇൻ ദ ഇന്ത്യൻ ഇക്കോണമി? ഇന്ത്യൻ ഇക്കോണമിയിൽ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? 2 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. പ്രിവെൻറ്റ് ചെയ്തതാണ് ചോദിച്ചിരിക്കുന്നത്, ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ കേസ് ട്രിക്കിൾ ഡൗൺ എന്താണെന്ന് അറിയണം. 2 പ്രിവെൻറ്റഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രിക്കിൾ ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്ത ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് എന്താണ് ചോദിച്ചിരിക്കുന്നതെന്നും ഈ തന്നിരിക്കുന്ന ചിലപ്പോൾ ഈ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ 1, 2, 3 ഓപ്ഷൻസ് വൈസ് മാത്രം നോക്കുകയാണെങ്കിൽ അത് ശരിയായിരിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയല്ല, ഈ ഓപ്ഷൻ ശരിയാണെന്നല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ട്രിക്കിൾ ഡൗൺ എന്ന് പറയുന്ന കീവേഡ്, പ്രിവെൻറ്റഡ് എന്ന് പറയുന്ന കീവേഡ്, ഇത് രണ്ടും തമ്മിൽ മാച്ച് ആവുന്നുണ്ടെന്ന് നോക്കണം. ഇപ്പോൾ ട്രിക്കിൾ ഡൗൺ ആണോ ചെയ്തിരിക്കുന്നത്? ട്രിക്കിൾ ഡൗണിനെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രിവെൻഷൻ ആണോ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയുന്നത് എന്ന് വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ബ്ലണ്ടായിട്ടുള്ള തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് അപ്പോൾ തന്നെ കട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ, ഈ ഒരു വാക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ. അതൊരു ശരിയായിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓൺ പർച്ചേസ്ഡ് ഇൻപുട്സ് ആൻഡ് പ്രൈവറ്റ്ലി മാനേജർ ഇറിഗേഷൻ. അപ്പോൾ എന്താണ്? ആളുകളുടെ ഡിപ്പെൻഡൻസ് അല്ല ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് മുഴുവൻ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ നമുക്കൊരു ചെറിയ ചേഞ്ച് വരാം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് വായിക്കുക. നമ്മൾ ചിലപ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന കാര്യം ശരിയായതുകൊണ്ട് ചാടിക്കറിയത് കുത്താം. അപ്പോൾ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നോക്കണം. ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനോട് റിലേറ്റഡ് ആവുന്നുണ്ടോ എന്ന് കൂടി വേണം നോക്കാൻ. ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് ഓഫ് അഗ്രികൾച്ചർ ഓൺ പർച്ചേസ്ഡ് ഇൻപുട്സ് ആൻഡ് പ്രൈവറ്റ്ലി മാനേജർ ഇറിഗേഷൻ. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വളങ്ങളൊക്കെ പോലത്തെ മെറ്റീരിയൽസിനോടും പ്രൈവറ്റ്ലി മാനേജർ ഇറിഗേഷൻ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരുന്ന ഇറിഗേഷനോടും അഗ്രികൾച്ചർ ഓവറായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ജനറലി നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ശരിയാണ്. അഗ്രികൾച്ചറിന് എപ്പോഴും ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ശേഷം നമുക്ക് എന്തറിയാം, നമുക്ക് നല്ല പ്രൊഡക്ഷനൊക്കെ ഉണ്ടാവണമെങ്കിൽ ഒരുപാട് വളങ്ങളും ഒരുപാട് ഇറിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിന് ഒരുപാട് എക്സ്പെൻസ് ആവും. ഈ ഒരു എക്സ്പെൻസ് എന്ത് ചെയ്യുന്നു? അഗ്രികൾച്ചർ ഇതിനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാലാവസ്ഥയൊക്കെ മാറുന്നതനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ചിലവുകൾ ഉണ്ടാകുന്നുണ്ട്. അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ ഈ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. 2, മോർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ബൈ ലാർജർ ലാൻഡ് ഹോൾഡിംഗ് ഫാർമേഴ്സ്. അപ്പോൾ അത് ശരിയാണോ നമ്മൾ നോക്കണം. ലാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഫാമേഴ്സ് ഉണ്ട്, ശരിയാണ്. മോർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ, അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാണ് അല്ലേ. ലാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഫാമേഴ്സ് മോർ ലേബർ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെയാണ് ചേഞ്ച് വരാൻ സാധ്യത. 3, ലോവേർഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സ് ഡ്യൂ ടു ന്യൂ ടെക്നോളജി. ഇതും ശരിയായിരിക്കില്ലേ? ലോവേർഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ,
അഗ്രികൾച്ചറിൽ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജികൾ വരുന്ന സമയത്ത് വിമൻ്റെ പാർട്ടിസിപ്പേഷൻ കുറയുന്നു. അത് നമുക്ക് നോക്കാം, ശരിയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫെയിലിയർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ ഫെയിലിയർ ആയി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിരിക്കുമോ? ഗ്രീൻ റവല്യൂഷൻ ആക്ച്വലി എന്തായിരുന്നു, ഒരു ബിഗ് സക്സസ് ആയിരുന്നു. ഇന്ത്യയുടെ ഫുഡ് പ്രൊഡക്ഷന് സ്വയം പര്യാപ്തത കൂട്ടാനാണ് എന്ത് സഹായിച്ചിട്ടുള്ളത്, ഗ്രീൻ റവല്യൂഷൻ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ഓപ്ഷൻ തെറ്റാൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ 1 3 2 3 1 2 2 4 ഇതിൽ 4 ഇത് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കി 3 ഓപ്ഷൻസ് നിലവിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നമുക്ക് ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എങ്ങനെയാണ് ഈ ഓപ്ഷൻ എ വന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ്. refers to the expectation that the benefits of economic growth will gradually reach the poorer sections of the society. അതായത് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ, നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ അത് പൂറർ സെക്ഷൻസ് ഓഫ് ദി ആളുകളിലേക്ക് എത്തുന്നു, ഒരു താഴത്തേക്ക് പോകുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ കുറേ സെക്ഷൻസ് ഓഫ് ആളുകളുണ്ടാവും. അപ്പോൾ ഈ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ട്രിക്കിൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് എല്ലാ സെക്ഷൻസ് ലോവസ്റ്റ് ലെവൽ പോസിബിൾ ലെവലിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് എത്തുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നതിനാണ് നമ്മൾ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറയുന്നത്. In India, certain structural issues prevented this from happening, especially in rural and agricultural sectors. നമുക്കറിയാം ഇന്ത്യയിൽ ഒരു വലിയ പോപ്പുലേഷൻ താമസിക്കുന്നുണ്ട്. 100 കോടിയിലധികം ആളുകൾ താമസിക്കുന്ന ഇന്ത്യയിൽ ഒരു സേവനം കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം, താഴത്തേക്ക് വരെ എത്തണമെങ്കിൽ വലിയ പാടാണ്. ഒരുപാട് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറൊക്കെ താണ്ടി അവർക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ്സും അവിടെ എത്തണം. അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു രാജ്യത്തിന് ഇക്കണോമിക് പുരോഗതി സംഭവിക്കുന്നുണ്ടെങ്കിൽ കൂടി ഇത് ഏറ്റവും അവസാനം കിടക്കുന്ന ആളുകളിലേക്ക് അവർ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് ഇക്കണോമിക് പുരോഗതി സംഭവിക്കുമ്പോൾ ആ പുരോഗതി ഏറ്റവും താഴെക്കിടയിൽ കിടക്കുന്ന ആളുകളിലേക്ക് അവർ എത്തണം എന്നുള്ളതിനാണ് നമ്മൾ ട്രിക്കിൾ ഡൗൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യ പോലുള്ള രാജ്യം, അമേരിക്ക പോലുള്ള രാജ്യമൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, അമേരിക്കയിൽ പോപ്പുലേഷൻ സംവാട്ട് 1/3 അതിൽ താഴെയാണ് ഇന്ത്യയിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അമേരിക്കയുടെ പോപ്പുലേഷൻ. പക്ഷേ അവിടെ ആളുകൾ കുറച്ചും കൂടി എന്താണ്, കൂടുതൽ പർച്ചേസിംഗ് പവറുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു നേഷനാണ്. ആളുകളിലേക്ക് കുറച്ചും കൂടി അതിൻ്റെ ബെനിഫിറ്റ്സ് എത്തുന്നുണ്ട്. ഇക്കണോമിക് സിസ്റ്റങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇന്ത്യയിലേക്ക് അത് എത്തണമെങ്കിൽ വളരെയധികം ടഫാണ്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, രാജ്യം സമ്പദ് പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെ നമ്മൾ ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, ഏറ്റവും താഴത്തെ ആളുകളിലേക്ക് പരമാവധി എത്തുന്നില്ല എന്നത് ഇന്നൊരു ട്രൂത്താണ്. ഇതിനെ പ്രിവെൻറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസ് ഓഫ് അഗ്രികൾച്ചർ ഓൺ പർച്ചേസ്ഡ് ഇൻപുട്സ് ആൻഡ് പ്രൈവറ്റ്ലി മാനേജ്ഡ് ഇറിഗേഷൻ. ഇതൊരു ട്രൂ ഫാക്റ്റാണ്. ഇതെന്തുകൊണ്ടാണ് ട്രൂ ആയത് എന്നുകൂടി നമുക്ക് നോക്കാം. The Green Revolution increased reliance on HYV seeds, അതായത് high yield variety seeds, fertilizers, pesticides and private tube wells. Small and marginal farmers could not afford these inputs. This increased inequality and prevented benefits from trickling down. ശരിയാണ്. എന്താണ്, അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ, എസ്പെഷ്യലി ഹരിത വിപ്ലവം നടക്കുന്ന സമയത്ത്, ഗ്രീൻ റവല്യൂഷൻ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ആളുകൾക്ക് ഒരുപാട് എന്താ പറയുക പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റി. വീറ്റ് പോലുള്ള ഇനങ്ങളുടെയൊക്കെ പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാൻ പറ്റി. പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ടി വന്നു, പ്രൊഡക്ടിവിറ്റി കൂടിയെങ്കിലും അതിനുവേണ്ടി ഒരുപാട് എഫേർട്സ് ഇടേണ്ടി വന്നു. കാരണം എന്താണ്, അവിടെ ഒരുപാട് വെള്ളം അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഈ പറഞ്ഞ ഹൈലി വെറൈറ്റി സീഡ്സ് ഒക്കെ വളർത്തിയെടുക്കണമെങ്കിൽ നമ്മൾ അവിടെ ഒരുപാട് വാട്ടർ അപ്ലൈ ചെയ്യണം, ഒരുപാട് നല്ല എന്താ പറയുക വളങ്ങളൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെയും പെസ്റ്റിസൈഡ്സിനൊക്കെ കോസ്റ്റ് കൂടി. അപ്പോൾ അതിന് എന്താണ്, ഈ ഏബിളസ്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഉണ്ടായിരുന്നു, അതല്ലാത്തൊരു സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഈ ഒരു പ്രൊഡക്ഷൻ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൂട്ടാനോ ഹരിത വിപ്ലവത്തിന് ഭാഗമാകാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഇക്കണോമിക് ഡിവൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ ഈ ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയിരുന്നു. ഇതേ എഫക്റ്റ് തന്നെ ഗ്രീൻ റവല്യൂഷൻ മാറ്റി നിർത്തിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അഗ്രികൾച്ചർ സെക്ടറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് വേണം നമുക്ക് കരുതാൻ. മോർ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബർ ബൈ ലാർജർ ലാൻഡ് ഹോൾഡിംഗ് ഫാമേഴ്സ്. അപ്പോൾ നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എന്താണ്, ഒരു ലാൻഡ് ഹോൾഡിംഗ് ആയിട്ടുള്ള ഫാമേഴ്സ് ഒരുപാട് ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രിക്കിൾ ഡൗൺ തടയുമോ? അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് വേയിൽ നമുക്ക് എന്താ ഐഡിയലായിട്ട് ആലോചിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾ ഒരു 10 പേരെ എംപ്ലോയ്മെൻറ്റിന് നിർത്തുന്നു, അപ്പോൾ അവരെ കൃഷി ചെയ്യിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു, അപ്പോൾ അവർക്ക് കാശ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ കൊടുക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ബെനിഫിറ്റായിട്ട് അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. അതൊരിക്കലും ട്രിക്കിൾ ഡൗണെ പ്രിവെൻറ്റ് ചെയ്യുന്നില്ല. If large farmers employ more labor, this increase rural employment helping the poor. This would support, not block, trickle down effects. കൂടുതൽ ആളുകളെ തൊഴിലിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് പൈസ കിട്ടാൻ സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതൊരു റോങ് ആൻസർ ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. 3, ലോവേർഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സ് ഡ്യൂ ടു ന്യൂ ടെക്നോളജി. ഇതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ്? മെക്കനൈസേഷൻ ഡിസ്പ്ലേസ് വുമൺ ഫ്രം ട്രഡീഷണൽ റോൾസ്, വീഡിങ്, മാനുവൽ ഹാർവെസ്റ്റിംഗ്. ഈ ഒരു ഓപ്ഷൻ നോക്കുക.
വീഡിങ്ങും മാനുവൽ ഹാർവസ്റ്റിംഗ് പോലുള്ള ട്രഡീഷണൽ റോളുകൾക്ക് ചെയ്യാനായിട്ട് ഇന്ന് മെഷീൻസ് ഉണ്ട്. നമ്മളെല്ലാവരും കാണുന്നുണ്ട് ഈ പറയുന്ന ഒരുപാട് കളകളുണ്ടാകുമ്പോൾ കള പറിക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ പാകാവുന്ന സമയത്ത് ഹാർവസ്റ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ മെഷീൻസ് അവൈലബിൾ ആണ്. പണ്ട് ഇതൊക്കെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന ജോലികളായിരുന്നു. അപ്പോൾ ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള പരമാവധി ജോലികളെയും എന്ത് ചെയ്യുന്നുണ്ട്, മെക്കനൈസേഷൻ വഴി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള ജോലികളാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോഴും മെക്കനൈസേഷൻ അല്ല ചെയ്യുന്നത്. ഇപ്പോൾ അതിനും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പരമാവധി കാര്യങ്ങൾ അഗ്രികൾച്ചറൽ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഈ മെക്കനൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്തിട്ടുള്ളത് വിമനെയാണ്. ഇപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എടുത്ത് പറയുന്നുണ്ട് ലോവേർഡ് പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ ഇൻ അഗ്രികൾച്ചറൽ വർക്ക് ഫോഴ്സ് ഡ്യൂ ടു ന്യൂ ടെക്നോളജി. ഇത് രണ്ട് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ട്രിക്കിൾ ഡൗണെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഈ ഒരു സെക്ഷൻ ഓഫ് ദി ആളുകളുടെ ജോലി കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ട്രിക്കിൾ ഡൗൺ, ഈ ഒരു എഫക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അവിടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇത് താഴെ കിടന്ന സ്ത്രീകളെ അത് അഫക്റ്റ് ചെയ്യുന്നു. അവരുടെ ജോലി പോവുക ചെയ്തിട്ടുള്ളത്. പ്രൊഡക്ഷൻ നടന്നിട്ടുണ്ടെങ്കിലും ഇവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഫെയിലിയർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ, അത് അങ്ങനെ തന്നെ തെറ്റാണ്. നമുക്കത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം ഗ്രീൻ റവല്യൂഷൻ ഒരു സക്സസ് ആയിരുന്നു. ഇന്ത്യയുടെ സ്വയം പര്യാപ്തത അത് സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമുക്ക് എന്താണ്, പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ്, 1 and 3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലൈൻഡ്ലി ഡയറക്റ്റ് ആൻസർ കിട്ടുന്നില്ലെങ്കിലും സ്റ്റേറ്റ്മെൻറ്റുകൾ തമ്മിലുള്ള ബന്ധം കൂടി ആലോചിക്കുക. എന്നിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പോൾ ആൻസർ വായിക്കുന്ന സമയത്ത് ഇതുപോലുള്ള പരമാവധി മൾട്ടിപ്പിൾ ഏരിയാസിലൂടെ ചിന്തിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, നോക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന സാധനം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണം ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാനായിട്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ GST എന്ന് പറയുന്ന മേഖല എന്നുള്ള ചോദ്യമാണ്. ഇപ്പോൾ പുതിയൊരു ഏരിയ ആണ്, പുതിയതായിട്ട് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള GST എന്ന് പറഞ്ഞാൽ 2020 കാലഘട്ടത്തിന് ശേഷമുള്ള ചോദ്യങ്ങളിലൊക്കെ ഓരോരോ ക്വസ്റ്റ്യൻ വീതം എവിടെന്നെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, GSTനെ ഇൻക്ലൂഡ് ചെയ്ത്. ഒരുപാടൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ വൺസ് ഒരിടത്തെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, GSTനെ പറ്റി ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ്ലി ചോദിക്കുന്നത് എന്തായിരിക്കും, GSTയുടെ സ്ട്രക്ചറോ GSTയുടെ ഡേറ്റോ ആയിരിക്കാം. അപ്പോൾ ഒരു ചെറിയൊരു ഏരിയ കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് GST എന്ന് പറയുന്ന മേഖലയെ നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് 2020 GST ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പുതിയ നികുതിയായ ചരക്കു സേവന നികുതി നിലവിൽ വന്നതെന്ന്. ഇത് UP സ്കൂൾ ടീച്ചറിനും LP സ്കൂൾ ടീച്ചറിനും 2 എക്സാമിനും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ ചോദ്യം എന്ന് പറയുന്നത് ഡേറ്റിനെ സംബന്ധിച്ചിട്ടാണ്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഡേറ്റ് ആണ്. ഇപ്പോൾ 2017 ജൂൺ 1 ആണോ? ഇപ്പോൾ കൺഫ്യൂസിങ് ആവുന്ന അവിടെയാണ്. 2017 ആണെന്ന് നമുക്ക് അറിയായിരിക്കും, പെട്ടെന്ന് ജൂൺ ജൂലൈ ആണെന്നുള്ള കാര്യത്തിലായിരിക്കും കൺഫ്യൂഷൻ. ജൂൺ 1, ജൂലൈ 1, ഓഗസ്റ്റ് 1, സെപ്റ്റംബർ 1, ഇതിൽ ഏത് മാസത്തിലാണ് GST നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡേറ്റ് മുഴുവൻ ഓർത്ത് വയ്ക്കുക. GST നിലവിൽ വന്നത് എന്നാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ബി ആണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ചുമത്തുന്ന ഒറ്റ ഏകീകൃത പരോക്ഷ നികുതിയാണെന്ത്, GST എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇത് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. അപ്പോൾ എന്നാണ് നിലവിൽ വന്നത്? 2017 ജൂലൈ 1 GST ഇന്ത്യയിൽ നിലവിൽ വന്നത്. 2017 ജൂലൈ 1 ഡേറ്റ് ഓർത്ത് വയ്ക്കുക. 2017 ജൂലൈ 1 നിലവിൽ വന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അടുത്ത ഏരിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ് ആണ്. ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിംഗ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഒരു പ്ലാനിംഗ് ഹിസ്റ്ററിയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് 2020 നമ്മൾ നോക്കാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ലോഞ്ചിൻ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് ലോഞ്ച് ചെയ്തത് ഇന്ത്യയിൽ? അപ്പോൾ ഓർത്ത് വയ്ക്കുക, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ CDP എന്ന് നമ്മൾ ജനറലി പറയും. ഇതെന്നാണ് ഇന്ത്യയിൽ ലോഞ്ച് ഡേറ്റ് ചോദിച്ചിരിക്കുന്നത്? ഇത് ICDS സൂപ്പർവൈസറിന് ചോദിച്ച ചോദ്യമായിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് നോക്കാം. എന്നാണ്? ഗാന്ധി ജയന്തിയുടെ ഒക്കേഷനിലായിരുന്നു CDP നിലവിൽ വന്നത്. 1952 ഒക്ടോബർ 2 പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് CDP നിലവിൽ വന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമംഗ് ദ അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് വി മേ ഇൻക്ലൂഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് എക്സ്പോർട്സ്, ഹൈ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം, ഹൈ കൺട്രോൾ ഓവർ റീറ്റെയിൽ പ്രൈസസ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നോക്കുക. ആദ്യം തന്നെ ഇന്ത്യൻ എന്താണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്? അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ്. അച്ചീവ്മെൻറ്റ്സ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. അപ്പോൾ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ അച്ചീവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കേണ്ടതെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക, അച്ചീവ്മെൻറ്റ്സ് ആയിരിക്കണം ഇവിടെ നമ്മൾ പറയുന്നതിൽ വരേണ്ടത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പരമാവധി ഓപ്ഷനുകളിൽ 3 ഓപ്ഷൻസ് 2 ഓപ്ഷൻസ് വീതം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയേണ്ടത് 1-2 ഓപ്ഷൻസിനെയാണ്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. അത് പ്രോബബ്ലി ശരിയാവാം. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് എക്സ്പോർട്സ്, അതും ശരിയാവാം. ഹൈ ഗ്രോത്ത് ഓഫ് നാഷണൽ ഇൻകം, ഇവിടെ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. നാഷണൽ ഇൻകം വളർന്നിട്ടുണ്ട്, ഹൈ ഗ്രോത്ത് ആണോ എന്നൊരു കൺഫ്യൂഷൻ അവിടെ വരാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഹൈ കൺട്രോൾ ഓവർ റീറ്റെയിൽ പ്രൈസസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ പ്രൈസസിൽ വളരെയധികം ഹൈ കൺട്രോൾ കൊണ്ടുവന്നു. അതൊരിക്കലും ഒരു ഗവൺമെൻറ്റിനും സാധിക്കാത്തൊരു കാര്യമാണ്. റീറ്റെയിൽ ഗവൺമെൻറ്റിന് എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ കറക്റ്റായിട്ട് പിടിച്ചെടുത്താൻ പറ്റിയിട്ടില്ല. എപ്പോഴും നമുക്ക് ഒരു ഓപ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്പോസിഷൻ എപ്പോഴും കൊണ്ടുവരുന്ന ഒരു ഫാക്ടറായിരിക്കും എന്ത്, ഈ റീറ്റെയിൽ പ്രൈസുകളിലുള്ള വളർച്ച. ആ ഒരു പ്രൈസ് വളരെയധികം എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴും ഇലക്ഷൻ സമയത്തൊക്കെ ആണെങ്കിൽ എപ്പോഴും ഒരു
പ്രചരണ ആയുധമാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ബ്ലണ്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നെങ്കിൽ കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാനെങ്കിലും ഒരു ഡിഫറൻസ് വന്നേനെ. ഹൈ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് പറ്റാം, റീറ്റെയിൽ പ്രൈസിൽ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും ഹൈ കൺട്രോൾ ചെയ്യാൻ എന്ത് ചെയ്തിട്ടില്ല, ഹിസ്റ്റോറിക്കലി നടന്നിട്ടില്ല. അതൊരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. 4 എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ആകെ അറിയേണ്ടത് എന്താണ്, 3 ഓപ്ഷൻസാണ്. അപ്പോൾ അത് ജനറലി നമ്മൾ എന്ത് ചെയ്യുക, ജനറലി കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ പോസിബിളി ശരിയാണെന്നുള്ളൊരു ഐഡിയ വേണം നമുക്ക് കൊണ്ടുവരാനായിട്ട്. നമുക്കൊരു സംശയമുണ്ട്, പക്ഷേ അത് മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് അതിന് ഓപ്പോസിഷനായിട്ട് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടൊരു സാഹചര്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലെങ്കിൽ അത് ശരി എന്ന് തന്നെ അസ്യൂം ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. എസ്പെഷ്യലി ഗവൺമെൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ പറയുന്ന സമയത്ത് മോസ്റ്റ് പ്രോബബ്ലി എന്തായിരിക്കാം, സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശരിയാവാനാണ് പോസിബിലിറ്റി. അതിൽ ബ്ലണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഒഴിവാക്കാം. നമ്മൾ ഈ പറഞ്ഞുള്ള റീറ്റെയിൽ പ്രൈസിൽ ഹൈ കൺട്രോൾ കൊണ്ടുവന്നു എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി എക്സ്പോർട്ടുകളും സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്ന് നാഷണൽ ഇൻകം GDP കമ്പാരിറ്റീവ്ലി ഓരോ കാലഘട്ടം കഴിയുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു സാഹചര്യമൊക്കെ പരിഗണിച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ജപ്പാനെ മറികടന്നു, ഇന്ത്യ ജർമ്മനിയെ മറികടന്നു എന്നൊക്കെ പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ മറികടക്കും എന്നൊക്കെ പറഞ്ഞു, ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ്ശക്തിയായിട്ട് മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കണക്ട് ചെയ്യുന്ന ന്യൂസ് ഫാക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആൻസർ എന്തായിരിക്കാം, എ തന്നെ ആയിരിക്കാം. ആൻസർ എ ആണ്. The significant achievements of Indian planning, particularly during the initial decades, generally include development of strong infrastructure. There was a substantial focus and success in building key infrastructure elements like irrigation, power, road, railway and communication network. നമുക്കറിയാം ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികളുടെയൊക്കെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പവർ, റോഡുകൾ, ഇറിഗേഷൻ പ്രൊജക്റ്റുകൾ, ഭക്രാനങ്കൽ, ഹീരാക്കുഡ് പോലത്തെ പദ്ധതികൾ ഉൾപ്പെടെ ഈ ഡാമുകളുടെ പദ്ധതികളും റോഡുകൾ, ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ നെറ്റ്വർക്കും റോഡ് നെറ്റ്വർക്കുള്ള രാജ്യങ്ങളിൽ ഒന്നൊക്കെയാണ് ഇന്ത്യയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിബിളി എപ്പോഴും എന്തായിരിക്കാം, ശരിയായിരിക്കാം. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് എക്സ്പോർട്സ്. ഇന്ത്യ എസ്റ്റാബ്ലിഷ്ഡ് എ ഡൈവേഴ്സിഫൈഡ് ഇൻഡസ്ട്രിയൽ ബേസ് കവറിംഗ് ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ഇൻഡസ്ട്രീസ്. ദെയർ വാസ് ഓൾസോ എ ഷിഫ്റ്റ് ഫ്രം പ്രൈമറി എക്സ്പോർട്സ് ടു മാനുഫാക്ചർഡ് ഗുഡ്സ് ആൻഡ് ലേറ്റർ സർവീസസ്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ എക്സ്പോർട്സ് എന്ത് ചെയ്യാണ്, 2ാമത്തെ മഹലനോബിസ് പ്ലാനിൽ തന്നെ നമ്മൾ പദ്ധതികൾ കൂടുതൽ റെലവൻസ് കൊടുത്ത ഇൻഡസ്ട്രിക്കാണ്. അപ്പോൾ ആ ഒരു മേഖലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് ചെയ്തിട്ടുള്ളത്. ഒരു സ്ലോ ഗ്രോത്ത് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും വളർച്ച തന്നെയാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. ഡിസ്പൈറ്റ് ദ ലോ റേറ്റ്, ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു ടേം വന്നിട്ടുണ്ട്. ആദ്യ കാലഘട്ടത്തിൽ പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്ന ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ കുറച്ച് ഡെക്കേഡ്സിൽ എന്ത് കാണുന്നുണ്ട്, വളരെ സ്ലോ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു. ഒരു 3 to 4% ഗ്രോ ചെയ്യുന്ന ഒരു സ്ലോ സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് ആയിരുന്നു. അതിനാണ് നമ്മൾ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത് പിന്നീട് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ ഒരു 50 to 80s വരെയുള്ള ഒരു കാലഘട്ടം വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്തിലായിരുന്നു ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കി വയ്ക്കുക. ദ അബ്സലൂട്ട് സൈസ് ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി ഇൻക്രീസ്ഡ്. അപ്പോൾ മൊത്തത്തിൽ ഓവറോൾ ഒരു സ്ലോ ഗ്രോത്ത് ആണെന്നെങ്കിൽ പോലും, അപ്പോൾ ഗ്രോത്ത് സ്ലോ ചെയ്യുന്നതിനാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞത്. പക്ഷേ അതൊരു എന്തായിരുന്നു, ഗ്രോത്ത് ആയിരുന്നു. അബ്സലൂട്ട്ലി നോക്കി കഴിഞ്ഞാൽ ചെറിയൊരു ശതമാനത്തിൽ നിന്നും ഇന്ത്യൻ എക്കോണമി വളർന്നുകൊണ്ട് മാത്രമായിരുന്നു ഇരുന്നത്. അപ്പോൾ വേറാസ് റീറ്റെയിൽ പ്രൈസസ് ആസ് ഓൾവേസ് ബീൻ എ പ്രോബ്ലം വിച്ച് കാനോട്ട് ബി സ്റ്റേറ്റഡ് ആസ് എൻ അച്ചീവ്മെന്റ് ഓഫ് ഇന്ത്യൻ പ്ലാനിംഗ്. ഇന്ത്യൻ പ്ലാനിംഗ് അച്ചീവ്മെന്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും എന്ത് കാണാൻ പറ്റില്ല, റീറ്റെയിൽ പ്രൈസ് കാണാൻ പറ്റില്ല. റീറ്റെയിൽ പ്രൈസ് എന്നും കൂടിക്കൊണ്ടായിരിക്കുന്നത്. ഇക്കണോമി വളർന്നതനുസരിച്ചിട്ട് ഒരു സ്ലോ ഇൻഫ്ലേഷൻ റേറ്റ് വളരുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന റീറ്റെയിൽ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുകയും അത് കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രം ഒറ്റയടിക്ക് താഴത്തേക്ക് വന്ന് നമുക്ക് ഒരിക്കലും ന്യൂസിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ 1, 2, 3 ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിതി ആയോഗ് എന്നാണ്. ഒബ്വിയസ്ലി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുതിയൊരു എന്താ പറയുക ഗവൺമെൻറ് റിഫോമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളിലൊക്കെ ഒരു ഫോക്കസ് എപ്പോഴും ഉണ്ടായിരിക്കണം. നിതി ആയോഗ് എന്ന് പറഞ്ഞ അത്തരത്തിലൊരു പുതിയ ഫോമാണ്. പ്ലാനിംഗ് കമ്മീഷൻ, സ്വയം പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് എന്ത് വന്നിട്ടുള്ളത്, നിതി ആയോഗ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണ സംവിധാനമായ നിതി ആയോഗ് നിലവിൽ വന്നതെന്ന് ഈ ചോദ്യം തന്നെ പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാണ് നിതി ആയോഗ് നിലവിൽ വന്ന ഡേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് എപ്പോഴും ഓർത്തിരിക്കണം. 2015 തന്നെയാണ് എല്ലാം. ഏപ്രിൽ 1 ആണോ, ജനുവരി 1 ആണോ, ജൂലൈ 1 ആണോ, ഒക്ടോബർ 1 ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് LD ക്ലർക്കിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതിന് ഉത്തരം എന്താണ് നമുക്ക് നോക്കാമായി. നിതി ആയോഗ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ ബേസിക്കായിട്ട് നിതി ആയോഗ് എന്ന് പറയുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ്. കൂടാതെ നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ്. ഡേറ്റ്സ് വരുന്ന സമയത്ത് GST വന്നതെന്നാണ്, നിതി ആയോഗ് നിലവിൽ വന്നതെന്നാണ്. ഇത്തരത്തിലുള്ള ഡേറ്റുകൾ തമ്മിൽ കൺഫ്യൂഷനായി പോയത്. അപ്പോൾ ഈ ഒരു ഡേറ്റുകൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ആസൂത്രണ കമ്മീഷന് പകരമായി രൂപം കൊണ്ട സംവിധാനമായിരുന്നു എന്ത്, നിതി ആയോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ജസ്റ്റ് ഒരു ബേസിക് ഒരു ഇൻഫർമേഷൻ കൂടി പാസ് ചെയ്യാണ്. കേന്ദ്രീകൃതമായ ടോപ്പ് ഡൗൺ സമീപനത്തിന് പകരം, അതായത് മുകളിൽ നിന്ന് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു. പ്ലാനിംഗ് കമ്മീഷൻ എങ്ങനെയായിരുന്നു, ഗവൺമെൻറ് പ്ലാൻ ചെയ്ത് താഴത്തേക്ക് എത്തിക്കുക എന്നായിരുന്നു ഉദ്ദേശിക്കുന്നത്. ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. അപ്പോൾ അതിൽ താഴെക്കിടയിലുള്ള സ്റ്റേറ്റുകൾക്ക് അവർക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ടൊരു പാർട്ടിസിപ്പേഷൻ കിട്ടുന്നില്ല. ഇതൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരുന്നു. എന്തായത് കോപ്പറേറ്റീവ് ഫെഡറലിസം ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരു താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക്, അതായത് ഗവൺമെൻറ്റുകളെ എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളെ കൂടി പങ്കെടുപ്പിച്ച് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരുന്നു ഇത് എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇതിൻ്റെ അധ്യക്ഷൻ എന്താണ്, പ്രധാനമന്ത്രിയാണ്. ആസ്ഥാനം എവിടെയാണ്, ന്യൂ ഡൽഹിയിലാണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിതി ആയോഗിനെ പറ്റി തന്നെയാണ്. ഇച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് നിതി ആയോഗ്. അപ്പോൾ കീവേഡ് എന്ന് പറയുന്നത് നിതി ആയോഗാണ്, കറക്റ്റാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും നിതി ആയോഗിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദ എയിം ഓഫ് നിതി ആയോഗ് ഇസ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആൻഡ് ടു എൻഹാൻസ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഇൻ ദ കൺട്രി. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബ്ലണ്ട് ആയിട്ടൊന്നും പറയുന്നില്ല, വളരെ ജനറലൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യണം, കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യണം. അങ്ങനെ വരുന്ന പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സപ്പോർട്ട് ചെയ്യാം, ശരിയാവാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇസ് എ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ ഓഫ് ദ നിതി ആയോഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, നിതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് എന്താണ്, പ്രൈം മിനിസ്റ്ററാണ്. അതൊരു എക്സ് ഒഫീഷ്യോ പൊസിഷനാണ്. ദെയർ ആർ 8 ഫുൾ ടൈം മെമ്പേഴ്സ്. ഇപ്പോൾ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഓർത്ത് വയ്ക്കുക, ഫുൾ ടൈം മെമ്പേഴ്സ് എത്ര പേരുണ്ട്, എക്സ് ഒഫീഷ്യോ എത്ര പേരുണ്ട്, ചെയർമാൻ ആരാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. ഇത് KS ചോദിച്ചൊരു ചോദ്യമായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSC കൊടുത്തിരുന്ന ആൻസർ, ഇതിന് ശരിക്കുള്ള ആൻസർ D ആണ്. PSC കൊടുത്തിരുന്ന ആൻസർ C ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ ഇതിന് എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ അല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് PSCയുടെ ഫൈനൽ ആൻസർ കീഴിൽ വന്നിട്ടുണ്ട്. നമ്മൾ തിരുത്തുകയാണ്, കാരണം അത് തെറ്റായ ഉത്തരവാണ്. അപ്പോൾ PSCക്ക് മിസ്റ്റേക്ക് വരാൻ പ്രോബ്ലി നമ്മൾ ഒരുപാട് മിസ്റ്റേക്കുകൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ആൻസറുകളൊക്കെ ചലഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ PSC കൊടുത്തിരുന്ന ഉത്തരം തെറ്റാണ്, നമ്മുടെ ശരിയായ ഉത്തരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആൻസർ D ആണ് വരുന്നത്. നിതി ആയോഗിന് കോർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു തിങ്ക് ടാങ്ക് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്, ഒരു ഒഫീഷ്യൽ ബോഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതൊരു തിങ്ക് ടാങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഓർഗനൈസേഷൻ, ഒരു ബോഡിയാണ് എന്ത്, ഈ പറഞ്ഞ സ്റ്റേറ്റുകൾ തമ്മിലും സെൻട്രൽ ഗവൺമെൻറ് തമ്മിലും ഒരു പാർട്ടിസിപ്പേഷൻ കോർഡിനേറ്റ് ചെയ്യുക. ഇറ്റ് ആക്റ്റീവ്ലി മോണിറ്റേഴ്സ് ആൻഡ് ഡ്രൈവ്സ് എ പ്രോഗ്രസ് ഓഫ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. SDGകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആനുവൽ SDG ഇന്ത്യ ഇൻഡെക്സ് ഒക്കെ പബ്ലിഷ് ചെയ്യാറുണ്ട്. മിക്കവാറും കേരളം തന്നെയായിരിക്കും ടോപ്പിൽ വരും, നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത് പബ്ലിഷ് ചെയ്യുന്നതും എന്താണ്, ഇവർ തന്നെയാണ്, ആര്, നിതി ആയോഗ് തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ 3 നമ്മളെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. Similar to the SYL Planning Commission, the Prime Minister is an ex-officio chairperson, meaning by virtue of holding office of the PM. ആരാണോ PM ആയിട്ട് നിൽക്കുന്നത് അയാൾ ബൈ വിർച്യു എന്തായിട്ട് മാറും, നിതി ആയോഗിനെ എന്തായിട്ട് മാറും, ചെയർപേഴ്സൺ ആയിട്ട് മാറും. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ പോലെ തന്നെ, പ്ലാനിംഗ് കമ്മീഷനും ഇതേപോലത്തെ ഒരു സ്ട്രക്ചർ തന്നെയായിരുന്നു. കൂടാതെ നിതി ആയോഗ്സ് കോമ്പോസിഷൻ ഇൻക്ലൂഡ്സ് എ മാക്സിമം ഓഫ് 4 ഫുൾ ടൈം മെമ്പേഴ്സ്. 8 പേരെന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ എന്താണ്, 4 ഫുൾ ടൈം മെമ്പേഴ്സാണ് ആർക്കുള്ളത്, നിതി ആയോഗിനുള്ളത്. വൈൽ ദ ആക്ച്വൽ നമ്പർ മേ വേരി ബേസ്ഡ് ഓൺ ദ അപ്പോയിൻമെൻറ്റ്സ് മെയ്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. 4 പേര് എന്ന് പറയുമ്പോൾ 4 പേര് വരെ എന്നാണ്. 4 പേര് എന്ന് പറയുന്നത് എക്സാക്ട് നമ്പർ അല്ല, 1 2 3 4 ആവാം, 4 കൂടുതലെന്ന് പറയാൻ പറ്റില്ല. 1 2 3 4 എത്ര വേണമെങ്കിലും ആവാം, അതാണ് വേരി ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞത്. ഇറ്റ് ഇസ് നോട്ട് ഫിക്സ്ഡ് അറ്റ് ഏജ് ആൻഡ് ദ ഓർഗനൈസേഷൻ ഫ്രെയിംവർക്ക് സ്പെസിഫൈസ് എ മാക്സിമം ഓഫ് 4. 4 പേര് വരെ പരമാവധി എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫുൾ ടൈം മെമ്പേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തെറ്റാണ്. ബാക്കി 2 ഓപ്ഷൻസും ശരിയാണ്. നമുക്ക് എന്തായാലും നിതി ആയോഗിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് എന്താണെന്നുള്ളത് ജസ്റ്റ് ബേസിക്കലി ഒന്ന് പറഞ്ഞു പോകാം. ഇതിൻ്റെ അപ്പോയിൻമെൻറ്റ്സ്, ഇപ്പോൾ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ബൈ വിർച്യു ഓഫ് ഓഫീസ്, നിതി ആയോഗിൻ്റെ ചെയർപേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളായിരിക്കും എന്ത്, വൈസ് ചെയർപേഴ്സണായിട്ട് ആക്ട് ചെയ്യുക. എക്സ് ഒഫീഷ്യൽ മെമ്പർമാരായിട്ട് അപ് ടു 4 മെമ്പേഴ്സ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് നിന്ന് PM നോമിനേറ്റ് ചെയ്യുന്ന 4 പേരായിരിക്കും എക്സ് ഒഫീഷ്യൽ മെമ്പർമാരായിട്ടുണ്ടാവുക. അത് ഓർത്ത് വയ്ക്കുക. നമ്പർ 4 ആണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഗവേണിംഗ് കൗൺസിൽ, അതിൻ്റെ മറ്റൊരു പേരാണ് ടീം ഇന്ത്യ. അത് ഓർത്ത് വയ്ക്കുക. നിതി ആയോഗിൻ്റെ ഗവേണിംഗ് കൗൺസിലിൻ്റെ മറ്റൊരു പേരാണ് ടീം ഇന്ത്യ കൗൺസിൽ എന്ന് പറയുന്നത്. ടീം ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു. ഇതിൽ PM ഉണ്ട്, വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, എക്സ് ഒഫീഷ്യൽ മെമ്പർമാരുണ്ട്, ഫുൾ ടൈം മെമ്പർമാരുണ്ടാവും, ചീഫ് മിനിസ്റ്റർ സ്റ്റേറ്റ്സ് ഉണ്ടാവും, ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് ദ യൂണിയൻ ടെറിട്ടറീസ് ഉണ്ടാവും. ഇത്ര പേര് ഉൾക്കൊള്ളുന്നതാണ് ഗവേണിംഗ് കൗൺസിൽ. അത് അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. കാരണം അതിൽ എല്ലാ ഏരിയയിൽ നിന്നുള്ള മെമ്പർഷിപ്പ് ആളുകളുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. PM, വൈസ് ചെയർപേഴ്സൺ, എക്സ് ഒഫീഷ്യൽ മെമ്പർമാർ, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള ആൾക്കാർ, ഫുൾ ടൈം മെമ്പർമാർ, ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടാവും, യൂണിയൻ ടെറിട്ടറികളുടെ എന്തുണ്ടാവും, ലഫ്റ്റനൻറ്റ് ഗവർണേഴ്സും ഉണ്ടാവും. ഇവരെല്ലാം കൂടി ചേരുന്ന ഡിസിഷൻ എടുക്കുന്നതുകൊണ്ടാണ് അതിനെ ടീം ഇന്ത്യ എന്ന് വിളിക്കുന്നത്. അതെന്താണ്, ഗവേണിംഗ് കൗൺസിലാണെന്ന് കൂടെ ഓർത്തിരിക്കുക. കൂടാതെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് സച്ച് ആസ് യൂണിയൻ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്വീപ്, ഇപ്പോൾ ഇത് 2 ഒന്നാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്വീപ് ആൻഡ് ലക്ഷദ്വീപ്. ഇപ്പോൾ ഇവിടെ നിന്നുള്ള സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട്, ഇവിടെ നിന്നുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള ഏരിയാസിൽ നിന്നും, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദ്വീപ്, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കൂടാതെ ഇതിനൊരു CEO ഉണ്ടായിരിക്കും. അപ്പോയിൻറ്റ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഫോർ എ സെറ്റ് ടൈം. ഒരു പ്രത്യേക ഇതിലേക്ക് ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു, PM ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മാനേജസ് നിതി ആയോഗ്സ് ഡെയിലി ഓപ്പറേഷൻസ് ആൻഡ് ഹോൾഡ് ദ റാങ്ക് ഓഫ് എ സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഇദ്ദേഹം എന്തായിരിക്കും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടെങ്കിൽ അദ്ദേഹം സെക്രട്ടറി ടു ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പോസ്റ്റിലായിരിക്കും, അതിൻ്റെ റാങ്കിലായിരിക്കും അദ്ദേഹം ഉണ്ടാവുക. ഡെയിലി ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്നത് അദ്ദേഹമാണ്. ഫുൾ ടൈം മെമ്പർമാരും സ്പെഷ്യൽ ഇൻവൈറ്റീസും ഉണ്ടാവും. ഈ ഫുൾ ടൈം മെമ്പർമാരെന്ന് പറയുന്നത് എക്സ്പേർട്സ് ഇൻ ദ ഡൊമൈൻസ് ഓഫ് എക്കണോമിക്സ്, സയൻസ് ആൻഡ് അതർ ഡിസിപ്ലിൻസ്. ഈ ഒരു ഏരിയയിലൊക്കെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഫുൾ ടൈം മെമ്പർമാരായിട്ട് ഇവരുടെ കൂടെ ഉണ്ടാവും. ഇനി സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് കൂടാതെ ബാക്കിയുള്ള എക്സ്പേർട്ടുകളും സ്പെഷ്യലിസ്റ്റുകളും പ്രാക്ടീഷേഴ്സും ഒക്കെ എന്താണ്ടാവും, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ബേസിക് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണെന്നുള്ളത് ഓടിച്ച് നോക്കിയിട്ട് കറണ്ടിലുള്ള അപ്പോയിൻമെൻറ്റുകൾ നോക്കി വയ്ക്കുക. ഇതിനകത്ത് ഫാക്ട് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഇത് മാറാമെന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ CEO ഒക്കെ മാറാം. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ, ഇപ്പോൾ വൈസ് ചെയർപേഴ്സൺ മുതലുള്ള ആളുകളെല്ലാം എന്ത് ചെയ്യാം, മാറാം. BR സുബ്രഹ്മണ്യം ഉണ്ട്, അരവിന്ദ് പനഗരിയെ പോലുള്ള ആളുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. തുടക്കം മുതലുള്ള ആളുകളൊക്കെ
നമുക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഇനി വരാൻ പോകുന്ന ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളായിട്ട് നോട്ട് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്യുക. കൂടാതെ റീജിയണൽ കൗൺസിൽ ഉണ്ട്. റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത് ഫോംഡ് ടു അഡ്രസ് എ സ്പെസിഫിക് റീജിയണൽ ഇഷ്യൂസ്. ഒരു ഏരിയയിൽ മാത്രം, ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം എന്ത് ചെയ്യാം, റീജിയണൽ കൗൺസിൽസ് ഉണ്ടാക്കാം. എന്നിട്ട് അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ ഒരു നദീ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് വേറൊരു കൗൺസിലുണ്ട്. അതുപോലെ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് മാനേജ് ചെയ്യാനായിട്ട് റീജിയണൽ കൗൺസിൽസ് ഉണ്ടാവാം. അവിടെ ആരുണ്ടാവും, ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് ലെഫ്റ്റനൻറ്റ് ഗവർണേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്സ്, പർട്ടിക്കുലർ സ്റ്റേറ്റുകളിലും. പിന്നെ ചെയർ ചെയ്യുന്നത് PM തന്നെയായിരിക്കും, അല്ലെങ്കിൽ PM അപ്പോയിൻറ്റ് ചെയ്യുന്ന വേറൊരു റെപ്രസെൻറ്റേറ്റീവും ഈ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റുകളിലെയും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറികളിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരും കൂടെ ചേരുന്നതായിരിക്കും ഈ ഒരു റീജിയണൽ കൗൺസിൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് ഒരുപാട് സപ്പോർട്ടിംഗ് സെല്ലുകളും ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ലൈക്ക് ഇത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഇൻക്ലൂഡിംഗ് സർക്കുലർ ഇക്കണോമി സെല്ല്, കമ്മ്യൂണിക്കേഷൻ സെല്ല്, കൂടാതെ ലൈബ്രറികളുണ്ടാവും, നോർത്ത് ഈസ്റ്റ് ഫോറം, വോളണ്ടറി ആക്ഷൻ സെല്ല് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ സപ്പോർട്ട്സ് മിഷൻ ഫോർ ഫോസ്റ്ററിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ആൻഡ് എഫക്റ്റീവ് ഗവേണൻസ് അക്രോസ് ഇന്ത്യ മുഴുവനായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവേണിംഗ് കൗൺസിൽ തന്നെ എല്ലാവരും ഉണ്ട്, ടീം ഇന്ത്യ എന്നറിയപ്പെടുന്നതെന്ന് നമ്മൾ പറഞ്ഞു. കൂടാതെ സപ്പോർട്ടിംഗ് സെൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇവർ ഒരുപാട് ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതിനൊരു സംഭവം വേറെ ഉണ്ട്. ഇത് കൂടാതെ ഇവർക്ക് സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റ് ഇഷ്യൂസിന് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഒരു നോർത്ത് ഈസ്റ്റ് ഫോറം ഉണ്ട്, വോളണ്ടറി ആക്ഷൻ സെല്ലുണ്ട്, കമ്മ്യൂണിക്കേഷൻ സെല്ലുണ്ട്, സർക്കുലർ എക്കണോമിക് സെല്ലുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെയുള്ള ബേസിക് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയർ എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിതി ആയോഗിനെ പറ്റിയിട്ടുള്ള ക്ലാസ് കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നിതി ആയോഗുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആരാണ് നിതി ആയോഗിൻ്റെ ആദ്യ ചെയർമാൻ? ജവഹർലാൽ നെഹ്റു ആണോ, നരേന്ദ്രമോദിയാണോ, അരവിന്ദ് പനഗരിയാണോ, അമിതാഭ് കാന്ത് ആണോ? അപ്പോൾ ഇത് ഒരുപാട് ഡൗട്ട്സ് വരാം. എന്തായാലും നമ്മൾ ആദ്യം ജവഹർലാൽ നെഹ്റുവിനെ വെട്ടും. അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്താണ്, നിതി ആയോഗ് ഇല്ല. നരേന്ദ്രമോദി, അരവിന്ദ് പനഗരി, അമിതാഭ് കാന്ത്. അപ്പോൾ ഇത് CEO ആണോ അല്ലെങ്കിൽ ഇത് വൈസ് പ്രസിഡന്റ് ആണോ പ്രസിഡന്റ് ആണോ എന്നുള്ള കൺഫ്യൂഷനിൽ എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവാം. ചെയർമാൻ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, ഹയർ അതോറിറ്റി ആയിരിക്കും, ഏറ്റവും ഹയർ അതോറിറ്റി ആയിരിക്കും. സ്റ്റേറ്റ്സ് തമ്മിലുള്ള പാർട്ടിസിപ്പേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത് കൊണ്ടുവന്ന സമയത്തുള്ള PM എന്ന് പറയുന്നത് എന്താണ്, നരേന്ദ്രമോദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസിൽ ആൻസർ വരാനുള്ള പോസിബിലിറ്റി ആരാണ്, നരേന്ദ്രമോദിയാണ്. അപ്പോയിൻമെൻറ്റ്സിനെ പറ്റി അറിയാമെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ എന്ത് ചെയ്യാം, അറിയാം. അല്ലെങ്കിൽ ലോജിക്ക് വെച്ചിട്ടായാലും എഴുതാൻ നോക്കുക. അപ്പോൾ നിതി ആയോഗിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന പദവി വഹിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും. ഇതൊരു എക്സ് ഒഫീഷ്യോ സ്ഥാനമാണ്. നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. എക്സ് ഒഫീഷ്യോ ബൈ വിർച്യൂ ഓഫ് ഹിസ് പൊസിഷനാണ് ഇദ്ദേഹം ഈ പദവി ഹോൾഡ് ചെയ്യുന്നത്. നിതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 2015 ജനുവരി 1 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നരേന്ദ്രമോദി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെയായിരുന്നു ആദ്യത്തെ ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഏരിയയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വയ്ക്കുക. പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്കണോമിക് പ്ലാനിംഗ് എന്ന് നമ്മൾ പറഞ്ഞു, നിതി ആയോഗിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ നമ്മൾ GSTയിൽ ഇപ്പോൾ ഇതൊക്കെ റീസെൻ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റുകളും അപ്പോയിൻമെൻറ്റുകളും ഒക്കെ പ്രധാനമായിട്ട് നോക്കി വയ്ക്കുക. ഇതിനൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതിൽ കൂടുതൽ ബോഡീസ് ആയിരുന്നു. GST കൗൺസിലുണ്ട്. അപ്പോൾ GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റ് ഡേറ്റുകൾ കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു കാര്യത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ ഡിഫറൻസുകൾ വരുന്നുണ്ടെന്നൊക്കെ ഉള്ളത് നോട്ട് ചെയ്ത് വോളറ്റൈൽ ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും, ഡൈനാമിക് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. അതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കാൻ ശ്രമിക്കുക. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകളിൽ നിന്നും പ്രോപ്പറായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് ഇത് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇതിന് ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് വരാം. 4 ഏരിയാസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ പ്രധാനമായിട്ടുള്ള കോർ ഏരിയാസിലുള്ള ക്വസ്റ്റൻസ് ഇനി വരാനുണ്ട്. 2020 കഴിഞ്ഞിട്ടുള്ള ഏരിയാസും വരാനുണ്ട്. അപ്പോൾ PYQ സീരീസ് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക. കണക്റ്റഡ് ഫാക്ട്സ് പഠിക്കാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.